നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ സുധീഷ് ഗായത്രിയോട് നിന്നെ എനിക്ക് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, ഞാൻ വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിലാണ് സംസാരിച്ചെന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മുതൽ ഗായത്രിക്ക് വല്ലാത്ത ടെൻഷനാണ്. ഗായത്രി എന്ത് ചെയ്തു? മുറി പോലും തുറക്കാതെ മുറിക്കകത്ത് തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. കൂടത്തുള്ള ഫ്രണ്ട്സൊക്കെ ആകെ പഴയ ടെൻഷനായി. അവർ വന്ന് സുധീഷിന്റെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഗായത്രി കഥ അടച്ചിരിക്കുക, ഗായത്രി കഥ തുറക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ലെന്നുള്ള, എന്തേലും സംഭവിച്ചു പോയാൽ നിങ്ങൾ ഉത്തരവാദിത്വം പറയേണ്ട വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോവുക. ഒടുവിൽ നിധി ഒരു കാര്യം തീരുമാനിച്ചു. നിധി പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ ഗായത്രിയെ കാണാനായിട്ട് പോവുകയാണ്. ഗായത്രിയെ പോയി കണ്ട് ഗായത്രിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. സുധീഷ് സമ്മതിച്ചില്ല. സുധീഷ് പറഞ്ഞു, നീ എന്തിനാ പോണേ? ഞാൻ അവളെ പോയി കണ്ടോളാന്ന് പറഞ്ഞു. വേണ്ട, ഇനിയിപ്പോൾ സുധീഷ് പോയാൽ ശരിയാകത്തില്ല. കാരണം സുധീഷ് ഇത്ര നാളും അവളെ പറഞ്ഞു പറ്റിക്കുകയല്ലേ ചെയ്തേ, അതുകൊണ്ട് ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് സുഭാഷ് കുറെ ചീത്ത പറഞ്ഞു. നീ എന്ത് പരിപാടിയാടാ കാണിച്ചത്? നിന്റെ ഭാര്യ ആയല്ലായിരുന്നോ നിധി? എന്നിട്ട് അവളെ മറന്നിട്ടാണ്ട് മറ്റൊരു പെണ്ണിന്റെ പുറകെ പോയത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, അതിന് ഇവളെ എൻ്റെ ഭാര്യയാന്ന് ആരാ പറഞ്ഞത്? അതിന് ഞാനും ഇവളും തമ്മിൽ നീപരമായിട്ട് താലി ഉയർത്തിയാലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല. ഞാൻ ആ മുറിയുടെ ഭാഗത്തേക്ക് എങ്ങാനും ചെന്നിട്ടുണ്ടെങ്കിൽ ഇവള് അയ്യോ പൊത്തോന്നും പറഞ്ഞ് കരഞ്ഞ് എന്നെ മുറിക്ക് പുറത്താക്കും. അത് മാത്രമല്ല, ഇവൾക്ക് എന്നെ ഇഷ്ടമില്ല. പിന്നെ ഞാൻ ഏത് പെണ്ണിന്റെ പിന്നാലെ നടന്നാൽ ഇവൾക്കെന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധീഷും വിട്ടുകൊടുത്തില്ല. ഒടുവിൽ നിധി പറഞ്ഞു. അപ്പം നിധിയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിധി തന്നെ ഇഷ്ടമെന്ന് പറയുന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സുധീഷ് അത് പറയണേ. നിധി പറഞ്ഞു, സുധീഷ് പറഞ്ഞു 100% കാര്യങ്ങൾ ശരിയാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഗായത്രിയെ കാണാൻ പോകുന്ന സുധീഷിന് വേണ്ടിയിട്ട് ഞാൻ അവളെ വിളിച്ചോണ്ട് വരാമെന്ന്. ഇത്തവണ സുധീഷ് ഞെട്ടിപ്പോയി. വിളിച്ചോണ്ട് വരാനോ? അതെ, അവളുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റ് ചെയ്യാം. എന്താണ്, സുധീഷിന് ഇഷ്ടമാണല്ലോ അവളെ, അതുകൊണ്ടാണല്ലോ സുധീഷ് ഫോൺ വിളിച്ചോണ്ടിരുന്നത്. അത് പിന്നെ ഞാൻ വെറുതെ വേണ്ട, എൻ്റെ ഗായു എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ വിളിച്ചോണ്ടിരുന്നേ. ഞാൻ പല വട്ടം കേട്ടിട്ടുണ്ട്. ഗായുന്ന് മുഴുവൻ വിളിക്കില്ലായിരുന്നല്ലോ, എന്തൊരു സംസാരമായിരുന്നു, രാത്രിയിലും പകലും ഇല്ലാതെ. എന്തൊക്കെയായിരുന്നു. പുറത്തു പോകുന്നു, അവിടെ നിന്ന് സംസാരിക്കുന്നു, ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിക്കുന്നു, വിളിക്കുന്നു, ബർത്ത്ഡേക്ക് പോകുന്നു. അയ്യോ, അതൊന്നും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിലാണ്. വേണ്ട, ഞാൻ ഗായത്രിയെ പോയി കണ്ട് ഗായത്രിയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാം. സുധീഷിൻ്റെ ഭാര്യയായിട്ട് ഗായത്രി ഇനി ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയായിട്ടാ? അതെ. സുധീഷിന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഗായത്രി നികേഷിനോട് പറഞ്ഞു വാടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷൊക്കെ ഞെട്ടിപ്പോയി. സുധീഷാണ് ഞെട്ടിത്തിരിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് സുഭാഷിനോട് പറഞ്ഞു, വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞു. വെറുതെയോ? അതെ, ഗായത്രിയെ ഞാൻ പോയി കാണാം. അവൾ കഥ അടച്ചിരിക്കുമെന്നല്ലേ പറഞ്ഞേ. എന്തായതൊന്നും അറിയത്തില്ല, ഞാൻ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സുധീഷിന് ഒരു കാരണവശാലും അറിയരുത് ഞാൻ ഇതിനു വേണ്ടി പോകുന്നതെന്ന്. ഗായത്രിയെ വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നതെന്ന് അറിയാവുള്ളൂ. ഭാസ്കരനും ഹരീഷിനും എല്ലാവർക്കും സമ്മതമുള്ള കാര്യമായിരുന്നു. നികേഷിനൊക്കെ സുധീഷ് ഇത്രയും വലിയ തരികട കാണിച്ചല്ലേ, അപ്പോൾ ഒരു പണി കൊടുക്കണ്ടേ? ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇല്ല പെൺകുട്ടിയുടെ. അപ്പോൾ സുധീഷിന് അങ്ങനെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? സുധീഷിന് കല്യാണം കഴിഞ്ഞല്ലേ, അതൊരു കൊച്ചു പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്ന പ്രായമുള്ളൂ. സുധീഷിന്റെ പ്രായം അതല്ലല്ലോ. അപ്പോൾ ഒരു പണി കൊടുക്കാനായിട്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചു. പിന്നീട് ഗായത്രി നികേഷിനോട് പറഞ്ഞു വാടാന്ന് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സുധീഷ് ചോദിച്ചു എങ്ങോട്ടാ? നികേഷ് പറഞ്ഞു, ഞങ്ങളെ ഗായത്രിയും കൂട്ടിക്കൊണ്ടുവരാം. അതേ സുഭാഷ് ഏട്ടാ, വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിരിക്കണം കേട്ടോ, നല്ല വൃത്തിയായിരിക്കണം. നിധി പറഞ്ഞു, അത് ശരിയാ, എന്നെപ്പോലെ ആയിരിക്കില്ല വരുന്ന പെണ്ണ്. ചിലപ്പോൾ അവൾക്ക് ചിലപ്പോൾ നീറ്റ്നെസ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ താമസിക്കാനായിട്ടേ. ചിലപ്പോൾ അവൾ വീട് വിട്ട് പോയെന്ന് വരും. സുധീഷിന് ടെൻഷനായി. അവരങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേന് സുധീഷ് തടഞ്ഞു. പക്ഷേ നിധി നിന്നില്ല. നിധി പെട്ടെന്ന് സ്കൂട്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ നികേഷ് പിന്നെ കയറി. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹരീഷിനോട് സുഭാഷ് പറഞ്ഞു വാടാ, നമുക്ക് വീടൊക്കെ തൂത്തുടച്ച് വൃത്തിയാക്കാം. ഹരീഷ് സുധീഷിനെ പോയി വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്ത്? ആഹാ, ഇതേ ഇന്ന് നീ ഇഷ്ടപ്പെടുന്ന നിന്റെ ലവറല്ലേ വരാൻ പോന്നേ. നിങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ പോകുന്ന ദിവസമാണ്, അതുകൊണ്ട് വന്ന് ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്ക്. ഭാസ്കരൻ പറഞ്ഞു, അത് ശരിയാ. സുഭാഷ് പെട്ടെന്ന് പോയി തുടയ്ക്കാനായിട്ടുള്ള വെള്ളവും ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഹരീഷ് എന്ത് ചെയ്തു? അടിച്ചെല്ലാം ഭാര്യമാണ്. സുധീഷ് പറഞ്ഞു, ഇതേ സുഭാഷ് ചേട്ടാ, ഞാൻ വെറുതെ, ഞാനൊരിക്കലും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല. നിങ്ങൾക്കറിയാലോ ഞാൻ നിധിയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അവളെ ഒന്ന് പൊസസീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗായത്രിയോട് അങ്ങനെ ഇഷ്ടം അഭിനയിച്ച, അല്ലാതെ എനിക്ക് അവളെ ഇഷ്ടമൊന്നുമില്ല. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു. വേണ്ട, നീ ഇനി കൂടുതലൊന്നും പറയണ്ട.
ഞങ്ങൾക്കെല്ലാം മനസ്സിലായി നിനക്ക് അവളോട് ഇഷ്ടമാണല്ലേ, അപ്പം പിന്നെ ആയിക്കോട്ടെ. നീ അവളുമായിട്ട് ഭയങ്കര ചാറ്റിങ്ങും ഫോൺ വിളിയും ആ കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നീ അവളോടൊപ്പം സുഖമായിട്ട് താമസിച്ചോ. നിധിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിധി വേണേ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം, എനിക്ക് എന്താണെങ്കിലും നിധിയെ ഭയങ്കര ഇഷ്ടമാണ്. അവളെനിക്ക് മോളെപ്പോലെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം, നീ അവൾക്ക് ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് കൊടുത്തേക്കണം. കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ ഞാൻ ചെന്നിട്ട് പറയും, കോടതി വന്ന് ഞാൻ പറയും നീ കണ്ട പെണ്ണുങ്ങളുടെ പുറകെയൊക്കെ പോകുമായിരുന്നു എന്നൊക്കെ ഞാൻ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് അവൾക്ക് ഡിവോഴ്സ് കൊടുത്തേക്കണം. അവൾക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടെടുത്തി ഞങ്ങൾ തന്നെ കല്യാണം നടത്തി വിടുമെന്ന് പറഞ്ഞു. അച്ഛാ വെറുതെ അനാവശ്യം പറയരുത്. എടാ അതെങ്ങനെ അനാവശ്യമാന്നേ? ഓ ഞാൻ ഈ വേഷമൊക്കെ മാറട്ടെ, എന്താണെങ്കിലും പുതിയ പെണ്ണ് വരാൻ പോവല്ലേ. സുഭാഷ് പറഞ്ഞു ഇതൊക്കെ മതി അച്ഛാ. അതുപോലെ വരാം, നല്ല ഡ്രസ്സൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഭാസ്കരൻ ഡ്രസ്സ് മാറാൻ പോയി. സുധീഷിന് ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല. ഈ സമയത്ത് നികേഷും നിധിയും കൂടെ ഗായത്രിൻ്റെ വീടിൻ്റെ അവിടേക്ക് എത്തി. അവിടെ ചെന്നപ്പോഴത്തേനും ഗായത്രി 2 ഫ്രണ്ട്സ് പുറത്ത് ഫോൺ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ നിധിയെ കണ്ടുകഴിഞ്ഞപ്പോൾ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും നിധി ചോദിച്ചു, അല്ല ഗായത്രി മുറിയിൽ തന്നെയാ, കഥ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു, ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അങ്ങനെ അകത്തേക്ക് ഇറക്കഴിഞ്ഞപ്പോൾ 2 പെൺകുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. മുറി കാണിച്ചു കൊടുത്തു. ഇതാന്ന് പറഞ്ഞു, മുറി അടഞ്ഞു കിടക്കുവാണ്. അപ്പോഴേക്കും നികേഷിനടുത്ത് വന്നിട്ട് നിധി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ ഗായത്രിയോടൊന്ന് സംസാരിക്കട്ടെ, നീ ഇവിടെ നിൽക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ നിധി പോയി കഥയെ മുട്ടുവാണ്. ഗായത്രി കഥ ഓർക്ക്, ഞാൻ സുധീഷിൻ്റെ ഭാര്യയാന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. ഗായത്രി കഥ ഓർക്ക്, ഞാനല്ലേ പറയണത്, സുധീഷിൻ്റെ അടുത്ത് ഞാൻ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗായത്രി വന്ന് കഥ തുറന്നു. നിധി അകത്തേക്ക് കയറിയിട്ട് കഥ അടച്ചു. അപ്പോൾ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഞാൻ അവളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഗായത്രി അകത്തേക്ക് നിധി എന്താണെങ്കിലും ക്ഷണിച്ചു. നിധി ഒളിവിൽ ചെന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ഗായത്രി, നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഗായത്രി ഭയങ്കര കരച്ചില. സുധീഷ് എന്നെ ചതിച്ചു, എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കരുതിയിരുന്നത്, എന്നിട്ട് ഒടുവിൽ കല്യാണം കഴിഞ്ഞെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു, ഇത്ര സില്ലി ആവരുത്. ഒന്നുമല്ലേലും ഗായത്രിക്ക് ഇത്രയും പ്രായം കാര്യങ്ങളൊക്കെ ഇല്ലേ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയല്ലേ, അത്യാവശ്യം വിവരബോധമൊക്കെ ഉള്ളതല്ലേ. അല്ല സുധീഷിനെ കണ്ട് എത്ര നാളെ? 2 ആഴ്ച. ഈ 2 ആഴ്ച കാലം കൊണ്ട് ഇത്രമാത്രം പ്രണയമായോ? ഞാൻ സുധീഷിൻ്റെ ഭാര്യയാണ്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 5-8 മാസമായതാ. അതറിയാമായിരുന്നെന്ന് ചോദിച്ചു. എനിക്കതൊന്നും അറിയണ്ടായിരുന്നില്ല ചേച്ചി, അതാണ് പറഞ്ഞേ. അല്ല സുധീഷിനെ എങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം? അത് പിന്നെ സുധീഷാണ് നല്ല കെയറിങ് ആയിരുന്നു പറഞ്ഞു. ഒരു തവണ ഞാൻ ടാക്സി വിളിച്ചിട്ടുണ്ട്, അന്ന് എൻ്റെ ഫോൺ കാർ വെച്ച് മറന്നുപോയി, പക്ഷെ കൃത്യമായിട്ട് ഫോൺ എനിക്ക് എത്തിച്ചു തന്നു. അപ്പോഴാ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. പിന്നെ നന്നായിട്ട് സംസാരിക്കും. അതാ സുധീഷിൻ്റെ ഒരു കുഴപ്പം. സുധീഷ് അങ്ങനെ സംസാരിച്ച് എന്നെയും വീഴ്ചയെന്ന് നിധി പറഞ്ഞു. അങ്ങനെ നിധി കുറെ സംസാരിക്കുന്നുണ്ട്. അതേസമയം സുധീഷ് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചാലാണ് വീട്ടിൽ. സുധീഷ് സുഭാഷിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഒന്ന് വിളിക്കുക, ഇനിയിപ്പോൾ അവർ ചിലപ്പോൾ അങ്ങോട്ടായിരിക്കില്ല പോയിരിക്കുന്നതല്ലേ, ചിലപ്പോൾ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ടല്ലേ. അല്ലടാ അവർ അങ്ങോട്ട് തന്നെ പോയിരിക്കുന്നത്. പിന്നെ എങ്കിൽ ഞാൻ നികേഷിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. നികേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് പോയേക്കുമല്ലേ, ഗായത്രിയെ കൊണ്ടുവരാൻ പോയതാന്ന് എന്നോട് വെറുതെ പറഞ്ഞല്ലേ. സുധീഷിന് സംശയമുണ്ടോ? ഉണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നികേഷ് കോള് കട്ട് ചെയ്തിട്ട് വീടിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. പിന്നീട് ഫോണിലേക്ക് അയച്ചു കൊടുത്തു സുധീഷിൻ്റെ. എന്നിട്ട് ചോദിച്ചു, അല്ല സുധീഷേട്ടന് ഗായത്രിയുടെ വീട് അറിയാവുന്നല്ലേന്ന് ചോദിച്ചു. താമസിക്കുന്ന വീട് അറിയാം. ഇപ്പോൾ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, അത് നോക്കാൻ പറഞ്ഞു. ഫോട്ടോ നോക്കിക്കഴിഞ്ഞപ്പോൾ ഗായത്രിയുടെ വീടിൻ്റെ അവിടെ. അയ്യോ എടാ സത്യമായിട്ട് നിങ്ങൾ ഗായത്രിയുടെ വീടിൻ്റെ അവിടെയാണോ? അതെ, ഇതേ ഞാനിവിടെ നിൽക്കുക. അപ്പോഴേക്കും സുധീഷിന് ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. നിധി എടുത്ത് ഗായത്രിയുടെ സംസാരിക്കാൻ അകത്തേക്ക് കയറി പോയേക്കുക. ഗായത്രിയെ വിളിച്ചോണ്ടാ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ദൈവമേ പെട്ടല്ലോ ഭഗവാനെ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കോള് കട്ട് ചെയ്തിട്ട് സുധീഷ് ഇന്ന് കരയുവാണ്. ഭാസ്കരൻ പറഞ്ഞു, എന്താടാ? എനിക്ക് വേണ്ട, എനിക്ക് നിധിയെ മതി, ഞാൻ അവളെയാ സ്നേഹിക്കുന്നേ, എനിക്ക് അവളെ മതി, അവൾക്ക് വേണ്ടി ഞാനിതെല്ലാം കാണിച്ചു കൂട്ടിയത്. ഇതെല്ലാം ഹരീഷ് റെക്കോർഡ് ചെയ്യുകയാണ്, സുധീഷിൻ്റെ ഈ പ്രവൃത്തികളും സംസാരമൊക്കെ. എനിക്ക് അവളല്ലാതെ വേറൊരാളുമായിട്ട് ജീവിക്കാൻ പറ്റില്ല, അവളുടെ സ്ഥാനത്ത് വേറൊരാൾ എനിക്ക് വേണ്ട. ഭാസ്കരൻ പറഞ്ഞത് ഇപ്പോഴായിരുന്നല്ലേ നീ ആലോചിക്കണ്ടേ, നേരത്തെ ആലോചിക്കണമായിരുന്നു. നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ഓരോന്നൊന്നും ചെയ്തു വെക്കരുതെന്ന്. നികേഷും ഹരീഷും ഒക്കെ പറഞ്ഞിട്ട് നീ കേട്ടോ. അപ്പം നീ ഗായത്രിയുടെ പിന്നാലെ പോയി, നീ അനുഭവിച്ചോളാൻ പറഞ്ഞു. വേണ്ട സുഭാഷേട്ടൻ ഒന്ന് വിളിക്കുക, ഒന്ന് വിളിച്ച് പറ അവളെയും കൂട്ടിക്കൊണ്ട് വരില്ലെന്ന്. ഞാനെന്ത് പറയാനായിട്ട്? ഞാനൊന്നും പറയത്തൊന്നുമില്ല, നിന്റെ ഇഷ്ടം അതല്ലേ, അങ്ങനെ തന്നെ നടക്കട്ടെ. എന്താണെങ്കിലും നിനക്കിനിയിപ്പം നിധിയോടൊപ്പം ഒരു ജീവിതമില്ല, അപ്പം പിന്നെ ഒരു പെണ്ണ് വേണ്ടേ, അവൾക്ക് നിന്നെ ഇഷ്ടമല്ലേ, നിങ്ങൾ 2 ഒരുമിച്ച് ജീവിച്ചോളാൻ പറഞ്ഞു. ഇതേ ഞാൻ എങ്ങോട്ടേലും ഇറങ്ങി പോകത്തുള്ളൂ. എങ്ങോട്ട്? എവിടേക്കാലും പോകാൻ പോകുന്ന പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ അങ്ങോട്ട് വാതിലിൻ്റെ അവിടെ കയറി. അവിടെ അങ്ങ് നിന്നിട്ട് പറഞ്ഞു,
മര്യാദയ്ക്ക് അകത്തേക്ക് ഇരിക്കണം പറഞ്ഞു. ഹരീഷ് സുഭാഷും കൂടെ സുധീഷിനെ ഒന്ന് പിടിച്ചവിടെ ഇരുത്തി. ഇവിടെ ഇരിക്കടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പിടിച്ചിരുത്തുവാണ്. അവിടെ നനങ്ങേക്കല്ലെന്ന് പറഞ്ഞു. പിന്നീട് സുഭാഷ് ഭാസ്കരനോട് ചോദിച്ചു, അച്ഛാ ഇനി അവരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും കഴിക്കാനോ കൊടുക്കണ്ടേ? അതെ, ചായ സ്നാക്സും കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ശരിയാ, ഗായത്രി മാത്രമായിരിക്കില്ല, ഗായത്രിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയം ഗായത്രിയുമായിട്ട് നിധി സംസാരിച്ചു. നിധി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാവുകയാണ്. ഗായത്രി, കഴിഞ്ഞത് കഴിഞ്ഞു. അറിയാലോ, ഞാൻ സുധീഷിൻ്റെ ഭാര്യയാണ്. അല്ല, ചേച്ചിക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ദേഷ്യം എന്തിന്? അല്ല, ഞാനിങ്ങനെയൊക്കെ. അതെ, സാരമില്ല, പോട്ടെ. അല്ല, എനിക്ക് ചേച്ചിയോട് സോറി പറയണമെന്നുണ്ട്. സോറി കിട്ടോ ചേച്ചിന്ന് പറഞ്ഞു. അങ്ങനെ നിധിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിധിയോട് സോറി പറയുമ്പോഴത്തേനും നിധി ഗായത്രി ചേർത്ത് പിടിച്ചു. സാരമില്ല, പോട്ടെ. സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് അറിയാതെയല്ലേ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഈ 2 ആഴ്ചത്തെ കൊണ്ടോ നമുക്ക് ഒരാളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ഈ 2 ആഴ്ച ഇനി ഇങ്ങനെയുള്ള കുരുക്കളൊന്നും പോയി ചാടാൻ നോക്കണം. പഠിക്കുന്ന കുട്ടിയല്ലേ, നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ച് മാർക്ക് മേടിക്കണം. പിന്നെ പേരൻസൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ, അവരാലോചിക്കുന്ന നല്ലൊരു ബന്ധം, അതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇഷ്ടപ്പെട്ട ചിലപ്പോൾ ഏത് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് ഇഷ്ടമാണെങ്കിൽ അവരുമായിട്ട് കല്യാണം നടത്താൻ നോക്കണം. അല്ലാതെ ഇപ്പോഴേ ഇതിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തിനാ പഠിത്തമൊക്കെ ഉഴപ്പേണ്ട കാര്യമുണ്ടോ? കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗായത്രി പറഞ്ഞു, സോറി ഇട്ട് വെച്ചെന്ന് പറഞ്ഞു. അല്ല, ഇനി ചെന്ന് ചെയ്യുമ്പോൾ സുധീഷേട്ടനോട് ഞാനിങ്ങനെയൊന്നും ആയിരിക്കില്ല സുധീഷിൻ്റെ അടുത്ത് പെരുമാറാൻ പോകുന്നത്. കാരണം സുധീഷ് ഇങ്ങനെ ഒരു ചതി ഗായത്രിയോട് ചോദിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? കാരണം മറ്റുള്ളൊരു പെണ്ണിനെ, സ്വന്തം ഭർത്താവ് മറ്റുള്ള ഒരു പെണ്ണിൻ്റെ പിന്നാലെ പോയാൽ ഏതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നത്? ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല ഗായത്രി. അതുപോലെ തന്നെയാണ് എനിക്കെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സുധീഷിൻ്റെ അടുത്ത് നല്ല റഫായിട്ടോ പെരുമാറത്തുള്ളെന്ന് പറഞ്ഞു. ഒടുവിൽ ഗായത്രി അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുകയാണ്. ഗായത്രിക്ക് ഇനി വീട്ടിലേക്ക് വരണമെന്നുണ്ടോയെന്ന് ചോദിച്ചു. അയ്യോ വേണ്ടായേ. അതെ ഗായത്രി, എപ്പോൾ വെള്ളം എന്നെ വിളിച്ചോട്ടോ, സംസാരിച്ചോ, എന്ത് പ്രശ്നമുണ്ടല്ലോ എന്നോട് പറഞ്ഞേരെ, എന്നെ ഒരു ചേച്ചിയായിട്ട് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഗായത്രിക്ക് സമ്മതമായി. അങ്ങനെ പിന്നീട് നികേഷിനെ വിളിച്ച് പുറത്ത് നിന്നേ. അപ്പോഴേക്കും ബാക്കി ഫ്രണ്ട്സോടെ വന്നു. ഈ സമയം നിധി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ചായ സ്നാക്സ് എന്തെങ്കിലും ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോട് കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ഗായത്രി ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗായത്രി തൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സോറി പറയണം. അവർക്കും ഭയങ്കര വിഷമമായി. നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ, കഥ കടിച്ച് കയറി ഇരുന്ന പിന്നെ ഞങ്ങൾക്ക് വിഷമാവില്ല എന്നൊക്കെ ചോദിച്ചു. അവരോട് സോറി പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പ്രശ്നം പരിഹരിച്ച് ഇങ്ങോട്ട് തിരികെ പോരുവാണ്. ഈ സമയത്ത് സുധീഷ് പഠിച്ച പണി 18 നോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട്, പക്ഷേ വിട്ടില്ല. അങ്ങനെ നികേഷിനെ കൂട്ടിക്കൊണ്ട് നിധി പോരുന്ന സമയത്താണ് പെട്ടെന്ന് നിധി ആ കാഴ്ച കാണുന്നത്. നികേഷിൻ്റെ അമ്മേ, ഇന്നാൾ ഈ സ്ത്രീയല്ലേ താൻ കണ്ടത് എന്നൊരു നിമിഷം ചിന്തിച്ചു. ഈ കണ്ണാടി കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവർ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരിടവഴി കൂടെ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. ഇവിടെയാണ് അവർ താമസിക്കുന്നത്. കയ്യിലൊരു കവറിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇവിടെയാണോ? നികേഷ് കണ്ടില്ലാന്ന് തോന്നേ. നികേഷ് വാദോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിധിയോട്, സുധീഷിൻ്റെ ഗായത്രിയുടെ കാര്യങ്ങളൊക്കെ. പക്ഷേ നിധിയുടെ ശ്രദ്ധ മുഴുവൻ ആ സ്ത്രീയിലായിരുന്നു. അത് അവർ തന്നെയാണ്. ഈ തൻ്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമാണോ? അല്ല, അത് നികേഷിൻ്റെ അമ്മ തന്നെയാണ്. അന്ന് ആ ഫോട്ടോ കണ്ടതാ, പിന്നെ ഒരു ദിവസം താൻ കാണുകയും ചെയ്തതാ. ഇത് അവർ തന്നെയാണ്, ആ സ്ത്രീ തന്നെയാണ്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല നിധിക്ക്. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. പിന്നീട് അവർ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും സുധീഷ് ആകാംക്ഷപൂർവ്വം പുറത്തേക്ക് നോക്കുകയാണ്. ദൈവമേ, ഗായത്രി ഉണ്ടോയെന്ന്. കണ്ടില്ല. അപ്പോഴാശ്വാസമായി. നിധി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ചിന്തയെ ഗായത്രി, അതോ ഗായത്രി ഇപ്പം തന്നെ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു ഗായത്രി മാത്രമല്ല, ഗായത്രിയുടെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോഴേക്ക് ഹരീഷ് വെച്ച് അച്ഛനും അമ്മയും അച്ഛനും അമ്മയൊക്കെ വിളിച്ചിട്ടുണ്ട്, അവരും കൂടെ എത്തുമെന്ന് പറഞ്ഞു. ദൈവമേ, സുധീഷിന് സമനിലയേറ്റി. സുധീഷ് പെട്ടെന്ന്, നിങ്ങളിത് ആരോട് വെച്ചിട്ട് ഇതൊക്കെ ചെയ്തേ? എനിക്ക് അവളെ വേണ്ട, ഞാൻ വെറുതെ തമാശ കാണിച്ചാന്നും പറഞ്ഞ് മുറിയിലേക്ക് പോയി കഥ കടയ്ക്കുവാണ്. അപ്പോഴേക്കും ഭാസ്കരനും എല്ലാവരും കൂടി ചിരിച്ചു. ഭയങ്കര ചിരിയിരിക്കുകയാണ്. എല്ലാവർക്കും ആണെങ്കിൽ ചിരി വരുന്നുണ്ടായിരുന്നു സുധീഷിൻ്റെ ആ പ്രവൃത്തികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിധി പോയി കഥയെ മുട്ടുവാണ്. പിന്നെ സുധീഷ് കഥ പറഞ്ഞു. അതെ, ഗായത്രി വന്നിട്ടൊന്നുമില്ല, അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അവൾ ഫോൺ വിളിക്കാനൊന്നും പോകുന്നില്ല സുധീഷിനെ. പേടിക്കൊന്നും വേണ്ട, മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണ്ടെന്ന് പറഞ്ഞു. ഇനി മേലാൽ ഇങ്ങനൊരു പെൺകുട്ടിയെ പറ്റിച്ചേക്കല്ല, ഒന്നിൻ്റെയും പിന്നാലെ നടന്നേക്കല്ല, കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറയുന്നുണ്ട്. അപ്പോഴാണ് സുധീഷിനൊരു സമാധാനമാകുന്നത്. പിന്നീട് സുധീഷ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഹരീഷ് എന്ത് ചെയ്തു, ഫോണിനകത്ത് സുധീഷിൻ്റെ കുറച്ച് ടെൻഷൻ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയുന്ന നിധി കേട്ടു.
ഞാൻ അവളെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ. എനിക്ക് അവളെ മാത്രം മതി നിധിയെ. അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. അവളുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ എനിക്ക് വേണ്ടാന്നൊക്കെ പറയണേ. നിധിക്ക് ആ പടം വല്ലാത്തൊരു ടെൻഷനായി. നിധിയുടെ മനസ്സിലും അത് തന്നെയാണല്ലോ. നിധിക്ക് അറിയാം സുധീഷ് തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ നിധി ഇപ്പം സുധീഷിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം സുധീഷിനെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിധി സുധീഷിനെ എടുത്തിട്ട് പറഞ്ഞു, നമുക്കൊന്ന് പുറത്തു പോയാലെന്ന് ചോദിച്ചു. പുറത്തു പോകാനോ? സുധീഷിന് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നിധിയെയും കൂട്ടിക്കൊണ്ട് പുറത്തു പോയി. അങ്ങനെ കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു. ഇതെന്താ ഇവിടെ? ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ സുധീഷ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിധി ആ കാര്യം പറയണേ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇവിടെ എവിടെയോ നികേഷിൻ്റെ അമ്മയുണ്ട്. നികേഷിൻ്റെ അമ്മയോ? എന്താ നിധി പറയണേ? അതെ, ഇവിടെ വെച്ചാൽ ഞാൻ കണ്ടേന്ന് പറഞ്ഞു. അവരിങ്ങോട്ടും കയറിപ്പോകുന്ന കണ്ടേ. സത്യമാണോ? അതേന്ന് പറഞ്ഞു. തോന്നിയതല്ലല്ലോ. അല്ല, ഞാൻ കണ്ടതാന്ന് പറഞ്ഞു. ഇവിടെ എവിടെയുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഒന്ന് അന്വേഷിച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നികേഷിൻ്റെ അമ്മയെ കണ്ടെത്താമെന്ന് പറയാണ്. അങ്ങനെ അവരവിടെ ഒക്കെ സെർച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ കാണാൻ പോകുന്നു. ഇനി എന്തായിത്തീരും നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.